ചൂരൽമലയിൽ വില്ലേജ് ഓഫീസിനടുത്തായിരുന്നു സോമൻ താമസിച്ചിരുന്നത്. സോമൻ്റെ ഉണ്ടായ സംഭവം സോമൻ തന്നെ വിശദീകരിക്കും. അത്രത്തോളം നമുക്കത് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ സോമനിലേക്ക് വന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഉച്ചയോടുകൂടി ഭാര്യ, മകൻ, മരുമകൾ, 3 പേരക്കുട്ടികൾ അല്ലേ സോമൻ, ഇത്രയും ആളുകളെ ഇവിടെ നിന്ന് മഴ കനക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നീടുണ്ടായത് സോമൻ പറയും. സോമൻ ചേട്ടൻ ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് സംഭവം നടന്നതിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മണിക്കൂറോളം ചെളിയിൽ നീന്തി കടന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. വിനയൻ, ഈ ക്യാമറ ഇങ്ങോട്ടേക്ക് കാണിച്ചാൽ കാൽമുട്ടിൽ ഒരു പരിക്കുണ്ട്. ഇത് കല്ല് തട്ടിയിട്ടല്ലേ നീന്തിയപ്പോൾ ഉണ്ടായതാണ്. ഇവിടെ മാത്രമല്ല സ്മൃതി, ഈ കാലിൻ്റെ അടിഭാഗത്ത് കണ്ടല്ലോ, ഇവിടെയും നല്ല പരിക്കുണ്ട്. അപ്പോൾ ഈ നീന്തിക്കടന്ന പുഴയുടെ അരികിലാണ് ഇപ്പോൾ സോമൻ ചേട്ടൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് അതിനുശേഷം ആദ്യമായിട്ട് വരികയാണ് അല്ലേ സോമൻ ചേട്ടാ? എന്താ ഇതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നത്? ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് ആകെ ഒരു മാനസികമായ ഒരു വിഷമമാണ്. കാരണം എല്ലാം പോയ ഒരുപാട് ആളുകൾ, കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒട്ടനവധി വേദനകളെയും ത്യാഗങ്ങളും അനുഭവിച്ച് ഇനിയും എങ്ങനെ മുന്നോട്ട് എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ അങ്കലാപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് തിങ്കളാഴ്ച ഉണ്ടായത് ഒന്ന് പറയാമോ? അന്ന് ഉച്ച മുതലുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒന്ന് പറയാമോ എന്താണെന്ന്? തിങ്കളാഴ്ച അന്ന് ജോലിക്ക് പോകാൻ നമുക്ക് നമ്മുടെ പോകണ്ടായെന്ന് മുതലാളിമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജോലിക്ക് ആരും പോയിട്ടില്ല. പിന്നെ അതേപോലെ അന്ന് ഉച്ചയ്ക്ക് വന്നു, ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. ഒരു 3 മണിയായപ്പോൾ എൻ്റെ മകനോടും ഭാര്യനോടും മരുമകളോടും പേരക്കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ നിങ്ങൾ താമസിക്കുന്ന പഴയ വാടക വീട്ടിലേക്ക് പൊയ്ക്കോളി എന്ന് ആവശ്യപ്പെടുകയും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്തായാലും വെള്ളത്തിന്റെ ക്രമാതീതമായ വർധനവ് കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഒരു സംശയം തോന്നി. എന്തോ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലും തന്നെയല്ല, വെള്ളം കൂടുതൽ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും രാവിലെ മുതലുള്ള മഴയും വെള്ളവും കണ്ടു കഴിഞ്ഞാൽ ഭയാനകമായ രീതിയിലുള്ള കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പേരക്കുട്ടികളെയും ഭാര്യയും മകനെയും മരുമോളെയും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാനെങ്കിലും രക്ഷപ്പെടാൻ എങ്കിലും കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാണ്ടായത്. പിന്നെ അന്നുണ്ടായത് പറഞ്ഞല്ലോ, ഒന്ന് പറയാൻ രാത്രി ഞാൻ 8 മണിയായപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചു, ചെറിയൊരു ഭക്ഷണം കഴിച്ചു. ലാൻഡിങ്ങിൽ കയറി കടന്നു നേരം വെളുക്കാനോ 2 ലാൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിന്റെ മുകളിലുള്ള ലാൻഡിങ്ങിൽ കയറിയാണ് കിടന്നിരുന്നത്. അവിടെ കിടക്കാൻ കാരണം എന്താ? താഴേക്ക് വെള്ളം കയറുകയാണെങ്കിൽ തന്നെ മേലയിലേക്ക് വെള്ളം തോന്നിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മഴ വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വെള്ളം വരും എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുകളിൽ കയറി കിടക്കാണ്ടായ കാരണം. ഞാൻ ഒറ്റയ്ക്കല്ലോ, ഒന്നാമത് ആരും ഇല്ലാത്ത മക്കളൊക്കെ പോയി, ഭാര്യയും പോയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വെള്ളം കയറുകയാണെങ്കിൽ തന്നെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുകളിൽ കയറി കിടന്നു. അവിടെ കിടന്ന ഒരു സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചു. എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ വെള്ളം വരും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 2 മണി ആയപ്പോഴത്തേക്കും ഭയാനകമായ ഒരു ഒച്ച കേൾക്കുകയും ഞാൻ കിടക്കുന്ന വീടിൻ്റെ ജനൽ ഭാഗത്ത് എന്തോ ഒരു സാധനം വന്ന് ശക്തമായി അടിക്കുകയും ജനൽ പൊട്ടി താഴെ ചാടുകയും ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ചുറ്റും വെള്ളമാണ്, ഊരാക്കൂരി ഇരുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യം വെച്ചുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ആ ജനലിന്മേക്കൂടെ സൺസൈഡിൽ നിന്ന് ഒരു മരത്തിന്മേ കെട്ടിപ്പിടിച്ച് താഴേക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്തത്. ആ ഊർന്നിറങ്ങിയപ്പോഴത്തേക്കും കഴുത്തോളം ചളിയിൽ ഞാൻ മുങ്ങുകയും അവിടുന്ന് ഇനി എന്തോട് മേലേക്കും കയറാൻ പറ്റില്ല, താഴേക്കും പറ്റില്ല, ഇടത്തോട്ട് പോയാൽ പുഴയിൽ ചാടും, വെള്ളത്തിൽ ഒഴുകിപ്പോവും. അപ്പം ഞാൻ ആ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വലത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ മെല്ലെ നീന്തി അടുത്തൊരാളുടെ വീടിൻ്റെ പരിസരത്തെത്തുകയും ആ പരിസരത്തു നിന്ന് പിന്നെ കയ്യിലും കാലിലും മുറിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തി, ചളിയിൽ കൂടി ഇങ്ങനെ നീന്തി കുറേ കയറി അങ്ങനെയാണ് ഞാൻ നീന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വയ്യ. എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. ഈ 68 വയസ്സിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വേദനയും ത്യാഗവും ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയാനകമായ എൻ്റെ ജീവൻ പോയതാണ്, പക്ഷേ എനിക്ക് ദൈവം തിരിച്ചു തന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ആയുഷ്കാലത്ത് മുഴുവൻ എസ്റ്റേറ്റ് ജോലി ചെയ്തും മറ്റുള്ളത് കടം വാങ്ങിയും ബാങ്കിൽ ലോണെടുത്തൊക്കെ ഒരു ചെറിയ വീട് വെച്ചിരുന്നു. ആ വീട് മുഴുവനും ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇപ്പം ഞാൻ മേപ്പാടി ക്യാമ്പിലാണ് താമസിക്കുന്നത്. എത്രത്തോളം ചളി ഉണ്ടായിട്ടുണ്ടോ? ഈ കഴുത്തിനോളം എനിക്ക് ചളി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മേലേക്ക് എത്തുമ്പോഴത്തേക്കും കൂടുക എന്നല്ലാതെ കുറയുക ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ടൗണിൽ പോയി വീഴുകയാണ് ചെയ്തത്. ടൗണിൽ പോയി വീഴുമ്പോഴത്തേക്കും എന്നെ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സോമേട്ടൻ പോയടാ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തി വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ നീന്തുന്ന സമയത്തെ
എന്താ ഈ ചളീൻ്റെ ഉള്ളിലുണ്ടായത്, എങ്ങനെയാ അത്? ചളിയിലുണ്ടായിരുന്ന ഒരുപാട് ചളികളും അതുപോലെ തന്നെ മരങ്ങളും മരക്കഷ്ണങ്ങളും കമ്പിവേലികളും അങ്ങനെയുള്ള ഒട്ടനവധി സാധനങ്ങൾ എന്താ ഏതാണെന്നൊന്നും ആ സമയത്ത് നോക്കാൻ നിൽക്കാൻ പറ്റാത്ത, അതായത് ശരിക്കും നീന്താൻ പറ്റില്ലല്ലോ അല്ലേ സോമേട്ടാ? നീന്താൻ പറ്റില്ല. ചളി കാല് മേലേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത സമയത്ത് വെള്ളത്തിൽ കമന്ന് കിടന്നുകൊണ്ട് ഇതേമാതിരി ഇങ്ങനെ നീന്തിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അല്ലാ സമയത്ത് കാല് അരയ്ക്കൊപ്പം നമുക്ക് പൊന്തിക്കാൻ വെള്ളം ചളിയിൽ നിന്ന് ഒരിക്കലും കഴിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ കാലെടുത്താൽ ചളിയാണ്, അത്രയും ചളിയാണ്. ആ ചളിയിൽ നിന്ന് എങ്ങനെ കാല് മേലേക്ക് പൊന്തിക്കും? അപ്പോൾ കിടന്നിട്ട് ഇങ്ങനെ നീന്തി ഞാൻ കരകയറി ദൈവം രക്ഷിച്ചു എന്ന് പറയാം. അപ്പോഴേക്ക് വീട് ഇതിന്റെ നടുവിലായി കഴിഞ്ഞു അല്ലേ? വീടെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ടൗണിലെത്തി കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയില്ല. ഞാൻ ക്യാമ്പിൽ പോയതിനു ശേഷം ഇന്ന് എൻ്റെ സമ്പാദ്യമായ ഒരു വീടുണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്ക് പൊട്ടുകല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഇത് 3 പൊട്ടലാണല്ലോ ഒന്നുണ്ടായത്. ഈ ഒന്നാമത്തെ പൊട്ടലിലുള്ള കാര്യമാണോ സോമചേട്ടൻ പറയുന്നത്? ഒന്നാമത്താണോ രണ്ടാമത്താണോ? രണ്ടാമത്തെ പൊട്ടുന്ന് ഭയാനകമായിരുന്നു പറയണം. അപ്പോഴത്തേക്കും ഞാൻ ടൗണിലെത്തി എങ്ങനെയോ വെള്ളം അടിച്ചു കൊണ്ടുപോകാത്ത രീതിയിലാണ് ഞാൻ ആജാതിയുള്ളൊരു സൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ പരിസരത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് ചുറ്റുമുണ്ടായ കാഴ്ചകൾ ഒന്ന് ഓർത്തെടുക്കാവോ സോമചേട്ടൻ? ചുറ്റുമുണ്ടായ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കടന്നിങ്ങനെ കറങ്ങുകയാണ്. എല്ലാ ഭാഗത്തും വെള്ളം കടന്ന് ഇറങ്ങുകയാണ്. എവിടെ നോക്കിയാലും വെള്ളം കൂരാക്കൂരിട്ടാണ്. ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് മനധൈര്യം ഉറക്കപ്പിടിച്ചുകൊണ്ട് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ജീവനോടെ. ഒരുപാട് കല്ലുകളും മരങ്ങളും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ അതെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? അതൊന്ന് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ സോമചേട്ടൻ ഇത് എങ്ങനെയാണ് എന്നുള്ളത്. സോമചേട്ടൻ അത് അനുഭവിച്ചതാണല്ലോ. ഒന്നത് അന്നത്തെ ഓർമ്മയിൽ ഒന്ന് പറയോ, എങ്ങനെയാണ് അതിൻ്റെ ഉയരം എത്രയായിരുന്നു, വെള്ളത്തിൻ്റെ നിറം കാണുന്നുണ്ടായിരുന്നോ? അതൊന്ന്. രാത്രി സമയമായതുകൊണ്ട് അത് കാര്യങ്ങളൊന്നും ശ്രമിക്കുക. എങ്കിലും വെള്ളത്തിന് ഭയങ്കര മണമുണ്ടായിരുന്നു. ചളീൻ്റെ മണവും മറ്റും കല്ലിൻ്റെ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. മരങ്ങൾ ഇഷ്ടംപോലെ മരങ്ങൾ വന്ന് തടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പക്ഷേ പുഴേൻ്റെ തിണ്ടും കാര്യങ്ങളൊക്കെ തടുത്തുകൊണ്ട് അധികം മരങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകാതെ തന്നെ തടഞ്ഞു നിർത്തിയും അതുപോലെ തന്നെ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കാരണം അന്നത്തെ ഓർമ്മശക്തി കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേദനാജനകമായ രീതിയിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ എങ്ങനെയാണ് പറയേണ്ടത് എന്താ ചെയ്യേണ്ടത്? കാരണം ആജാതി സൗണ്ട്, ആജാതി ഒച്ചപ്പാട്, വെള്ളത്തിൻ്റെ സൗണ്ടും മറ്റുള്ള കേൾക്കാൻ കഴിയാത്ത രീതി, ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഈ ജീവനോടെ നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോമൻചേട്ടൻ്റെ ഇപ്പം രവിയേട്ടൻ നമ്മളെ കൂടെയുണ്ട്. രവിയേട്ടൻ്റെയൊക്കെ അടുത്ത സുഹൃത്താണ് ഇതാ നമ്മുടെ സോമൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പം രവിയേട്ടൻ ഇപ്പോൾ ഉണ്ട്, ജീവനോടെ ഉണ്ട്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. ആരൊക്കെയാണ് ഏറ്റവും അടുത്തവർ പോയത് സോമൻചേട്ടൻ? അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഇവിടെ ഈ അട്ടമല ചൂരൽമല പ്രദേശത്ത് ഒരു 10-45 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതാണ്. എൻ്റെ പെങ്ങൾ എന്നെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ സ്വന്തം നാട് ആലപ്പുഴ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെറുപ്പത്തിലൂടെ വന്ന് എസ്റ്റേറ്റ് ജോലിക്ക് ഇറങ്ങുകയും ആ ജോലിക്ക് ഇറങ്ങിയ അടിസ്ഥാനത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളും നല്ല സ്നേഹത്തോടെയും നല്ല കുടുംബത്തോടെയും ഒത്തൊരുമിച്ച് എല്ലാവരും കഴിഞ്ഞിരുന്ന ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ്. അതിലൊട്ടനവധി സുഹൃത്തുക്കൾ. എൻ്റെ തൊട്ട വീട്ടിലടുത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആളുണ്ടായിരുന്നു രാമൻകുട്ടിയേട്ടനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിയും. അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് അട്ടമലയിൽ കഴിഞ്ഞവരാണ്. അതേപോലെ അടുത്ത് വന്ന് ഇവിടെയും കഴിഞ്ഞു. അതേപോലെ തന്നെ മജീദിനും അങ്ങനെ ഒട്ടനവധി ആളുകൾ. അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ഇവിടെ ചൂരമലയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സുഹൃത്താണ് സുര. അതുപോലെ സുനിൽ, അവരുടെ അമ്മ ശാരദ. അവരുടെ വീട് കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല. അവരുടെ വീടാണ് നമ്മൾ ഇവിടെ അമ്പലത്തിനവിടെ നിന്ന് പാലത്തിന്മേൽ നോക്കുമ്പോൾ കാണുന്ന 2 നില വീട്. അതെല്ലാം പോയി അവരും ഇന്ന് പല സ്ഥലം. അങ്ങനെ ഒട്ടനവധി സുഹൃത്തുക്കൾ. ഒരുപാട് പൊതുകാര്യങ്ങളിലും മറ്റുള്ള വിധങ്ങളിലും പ്രവർത്തിച്ച് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. പക്ഷേ എല്ലാവരും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എന്നെ ഒരുപാട് ആളുകൾ എനിക്ക് ഏറ്റവും വലിയൊരു സാറുണ്ട്, ഷാലറ്റ് സാറെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ജോർജ് സാറെന്ന് പറഞ്ഞാൽ 2 ആൾ ഇന്നലെ രാത്രി ഒരാൾ എന്നെ വിളിച്ചിട്ട് കരഞ്ഞ്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഏറ്റവും പറയുന്നവർ വിളിച്ചിട്ട് സോമൻ രക്ഷപ്പെട്ടല്ലോ, സോമേട്ടൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്നും അവർക്ക് പറയാനില്ല. ഇന്ന് രാവിലെ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ തെരഞ്ഞു വന്നു. ജോർജ് സാർ, ഞാൻ റിസോർട്ടിലൊക്കെ സെക്യൂരിറ്റി പണിയെടുക്കുന്ന സമയങ്ങളിൽ അവരൊക്കെ എന്നെ സോമേട്ടാന്ന് വിളിച്ചത്. അങ്ങനെ അത്തരത്തിലും വ്യക്തിബന്ധങ്ങളുള്ള ആളുകളായിട്ടുള്ള ഇടപഴകിയ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതിൽ ഒരുപാട് ആളുകൾ ഇന്ന് സന്തോഷിക്കുന്നവരും സഹതപിക്കുന്നവരും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടനവധി ആളുകൾ മരണപ്പെട്ട് മണ്ണിൻ്റെ അടിയിലായിപ്പോയാലും ഈ മനുഷ്യൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു നിഗമനം വെച്ചുകൊണ്ട് പല ആളുകളും ഇന്ന് വിളിക്കുന്നുണ്ട്. ഒരുപാട്. അതുപോലെ ഞാൻ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ വരുന്ന ടാക്സി ഡ്രൈവർമാർ
വിളിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ വരെ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട ഫോൺ എനിക്ക് വേറെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളൊരു ഫോൺ വാങ്ങാനുള്ള പൈസ അയച്ചു തന്നു. ആ ഫോൺ ഇന്നലെ വൈകുന്നേരത്താണ് കിട്ടിയത്. അതിൽ തന്നെ ഐഡിയക്കാർ എനിക്കൊരു സിമ്മ് തന്നു, പഴയ സിമ്മ് തന്നെ എൻ്റെ നമ്പറിൽ പഴയ. അതുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഇപ്പോൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടുന്നുണ്ട്. അവരൊക്കെ സോമൻ ചേട്ടനാണെന്ന് പറയാനുള്ള എന്തെങ്കിലും രേഖ കയ്യിലുണ്ടോ? രേഖകളായിട്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ, രേഖകളായിട്ടൊന്നുമില്ല. എനിക്ക് ഇന്നലെ ഒരു മറ്റേ ഈ ഐഡിയൻ ഒരു സിം എടുക്കുന്നതിന് വേണ്ടി എനിക്ക് എൻ്റെ ഇതിന് ഒരു നമ്പർ കിട്ടണമായിരുന്നു, ആധാർ നമ്പർ പഞ്ചായത്തിൽ എനിക്ക് അറിയപ്പെടുന്ന ഒരു കുട്ടിയുണ്ട്, റീന എന്നാണ് ആ കുട്ടീൻ്റെ പേര്. ഞാൻ ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ ചെന്നപാടും തന്നെ ഗവൺമെൻറ്റിന് ഇത്രയുള്ള ആവശ്യമെന്ന് ചോദിച്ചാൽ വേഗം അത് സംഘടിപ്പിച്ച് തരികയായിരുന്നു. ഇല്ലെങ്കിൽ അതും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട് പഞ്ചായത്തിൽ, റീന എന്നാണ് ആ കുട്ടീൻ്റെ പേര്. ആ കുട്ടി കണ്ടപാട് ഞാൻ വിളിച്ചു, എന്താ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു ആധാർ എടുക്കണം, അതിനൊക്കെ ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഉടനെ എടുത്ത് തന്നു. കാരണം ഇത് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ഇത് വേണമല്ലോ അല്ലേ? ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ആധാറും അതുപോലെ തന്നെ മറ്റെല്ലാ കാരണം എൻ്റെ സ്ഥലത്തിൻ്റെ ഇപ്പോൾ ആ 10 സെൻറ്റ് സ്ഥലങ്ങളിൽ കൂടുതലൊന്നുമില്ല. ആ 10 സെൻറ്റ് സ്ഥലവും അതിൻ്റെ രേഖകൾ അതുപോലെ തന്നെ എല്ലാ ATM കാർഡ്, ആധാർ, റേഷൻ കാർഡ്. വീട് നഷ്ടപ്പെടുന്ന സമയത്ത് വീട്ടിലെന്തെങ്കിലും പൈസയോ സ്വർണ്ണോ എന്തെങ്കിലും വെച്ചിരുന്നു? പൈസയായിട്ട് കുറച്ച് പൈസ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും എൻ്റെ പേഴ്സിനകത്തും എല്ലാം കൂടെ വീട്ടിലെല്ലാം കൂടെ ഒരു 10,000-3,000 രൂപ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10,000-3,000 രൂപ എല്ലാം കൂടെ ഉണ്ടാവുള്ളൂ. എൻ്റെ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നത്, എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. വീട്ടിനകത്ത് അലമാറിൽ കുറച്ച് ചില്ലറ പൈസ എല്ലാം കൂടെ ഒരു 10,000-4,000 രൂപ എന്നോട്. സോമൻ ചേട്ടന് കടവും ബാധ്യതയും അങ്ങനെയൊക്കെ ഉണ്ടോ? കടമുണ്ട്. എനിക്ക് കടമായിട്ട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പണം കേരള ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്ത് അടച്ചടച്ച് മടുത്തു. ഇപ്പോഴും 1,76,000 രൂപ ഞാൻ അടയ്ക്കാനാണുള്ളത്. കഴിഞ്ഞ മാസം 28-ാം തീയതി കൂടി ഞാൻ 7,000 രൂപ ബാങ്കിൽ അടച്ച ആളാണ്. ഈ സംഭവിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഞാൻ 7,000 രൂപ കൊണ്ട് ബാങ്കിൽ അടച്ചത്. അതിൻ്റെ റെസീറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് പരിശോധനയിൽ നോക്കിയാൽ അറിയുന്ന കാര്യങ്ങൾ. അന്ന് സോമൻ ചേട്ടൻ നീന്തി റോഡിലെത്തി, സുഹൃത്തുക്കളൊക്കെ എടുത്തു. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? പിന്നെ എന്താ ഉണ്ടായത്? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മകനാണ് ഏറ്റവും കൂടുതൽ. അന്ന് മകനെ പോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സോമേട്ടനെ കാണുന്നില്ല, സോമേട്ടൻ ആ പ്രളയത്തിൽ പെട്ടിട്ടുണ്ട്, ആ വീട്ടിനകത്തുണ്ടായിരുന്നു എന്ന് പറയും. ഉരുൾപൊട്ടൽ സോമേട്ടൻ പോയി എന്ന് പറയുകയും ചെയ്തു. എൻ്റെ മകൻ അലമുറയിട്ട് കരയായിരുന്നു ചോരുമല ടൗണിൽ നിന്നുകൊണ്ട്. അച്ഛനെ കാണുന്നില്ല, എൻ്റെ അച്ഛൻ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു, പേടിക്കേണ്ട, അച്ഛൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരും എന്ന് നീ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു മാറി നിന്നുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയും അതോടൊപ്പം തന്നെ അവിടെ വന്നപാട് എല്ലാവരും കൂടി എന്നെ കോരിയെടുത്ത് വണ്ടീനകത്ത് വെച്ചിട്ട് നേരെ പുത്തുമല ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. പുത്തുമല ക്യാമ്പിൽ ചെല്ലും ഫുള്ളാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞു, വേണ്ടെന്നാൽ ഒരു കാര്യം ചെയ്യാം, അച്ഛനെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുന്നേ അച്ഛൻ്റെ ശരീരം എൻ്റെ തല മുഴുവനും ചളിയിൽ ഞാനിങ്ങനെ എങ്ങനെയാണ് ഞാൻ കയറി വന്നെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ആ രീതി ഒരു ബനിയനും ഒരു ട്രൗസർ പോലത്തെ ഒരു ഷഡ്ഡിയും മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെയാ ഇവിടെ ഇപ്പൊ ഈ കാലിന്റെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പരിക്ക് വേറെ എന്തെങ്കിലും? ഇവിടെ ഈ ചന്തിയിലിന് അവിടെ നീന്തിയിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കാലിൽ കാണുന്ന ഈ അടയാളങ്ങളൊക്കെ അതൊക്കെ അതിലുള്ളതാണ്, എല്ലാം അതിലുള്ളതാണ്. ഈ കമ്പി വേലിയിലൊക്കെ ചവിട്ടി ഇങ്ങനെ ചവിട്ടി കാല് താഴേക്ക് പോകുമ്പോഴത്തേക്കും കിട്ടുന്ന അതാണ് ഉണ്ടായത്. ഒന്ന് ചവിട്ടി വലിക്കുമ്പോഴത്തേക്ക് നിറയെ പരിക്കാവും. ആ രീതിയിലായിരുന്നു. കാരണം കാല് ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. കാരണം തലയിലോ ഒന്നും മുറിയൊന്നും അടിയൊന്നും പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഈ മരത്തുമ്പോൾ പിടിച്ച് ഇറങ്ങി നേരെ ചളിയിലേക്കായി. പിന്നെ മരം ഏതാണ്ട് 1 മണിക്കൂറോളം നീന്തുമ്പോഴേ കുഴഞ്ഞു പോകില്ലേ? കൈയും കുഴഞ്ഞു കുറേ പ്രാവശ്യം കുഴഞ്ഞു. അവിടെ ഒരു തെങ്ങ് വിലങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. ആ തെങ്ങിൻ്റെ മേലെ കുറേ നേരം ഇങ്ങനെ പിടിച്ച് തെങ്ങിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇങ്ങനെ നിന്ന് പിന്നെയും നീന്തുകയാണ് ചെയ്തത്. അവിടുന്ന് ഈ ഊരയ്ക്കൊക്കെ എനിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞാനൊരു ആൻറ്റിഗ്രാമും ആൻറ്റിപ്ലാസ്റ്ററും ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. 68 വയസ്സുണ്ട്. ഇപ്പോഴും ഞാൻ ഗുളികയും മരുന്നും നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് ഗുളികയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് സുഖമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം നടന്നതിന് ശേഷം ഭാര്യയും മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടല്ലോ, അവരെ കണ്ടോ? കണ്ടു. എല്ലാവരും ഒന്നിച്ചപ്പോൾ ഭാര്യയുണ്ട്, മകനുണ്ട്, മരുമോളുണ്ട്, എൻ്റെ 3 പേരക്കുട്ടികളും. പിന്നെ വീട്ടിലേക്ക് പോയോ? ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക്? ഇല്ല, പോയിട്ടില്ല. ക്യാമ്പിൽ നിന്ന് ഏത് വീട്ടിലേക്ക് പോകാനില്ല, വീടില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വല്ല സംവിധാനം ഉണ്ടാവണം. അതല്ലാതെ വേറെ വീടൊന്നും ഇല്ലല്ലോ, വീട് പോയി. വേറെ ഇനിയിപ്പോൾ എന്തെങ്കിലും താമസത്തിനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഞാനുണ്ട്, എൻ്റെ മകളുണ്ട്. മകൾ ചുണ്ടയിലുള്ള മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവൾക്ക് 3 കുട്ടികളാണുള്ളത്. അവളും എൻ്റെ മരുമോനും എൻ്റെ പേരക്കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കണ്ടു. വരുന്നവർ കെട്ടിപ്പിടിക്കുക, കരയുക, അച്ഛൻ രക്ഷപ്പെട്ടല്ലോ എന്ന്. ഒരു അത്ഭുതകരമായ എൻ്റെ 2ാം തിരിച്ചുവരവാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവം വിട്ട ആയുസ് എനിക്ക് തീർന്നിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് എന്ന് വിചാരിക്കും. ഇത്രയേ ഉള്ളൂ, വേറൊന്നും പറയാൻ. ഒരു മനുഷ്യൻ അനുഭവിച്ചതാണിത്. നമ്മുടെ ഒരു സാധാരണ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, അത് എങ്ങനെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം. നമ്മൾ ഈ കാണുന്ന വലിയ കല്ലുകളും ഈ ചെളിയും മണ്ണും മരങ്ങളും എല്ലാം നിറഞ്ഞ ആ ചളിയുടെ ഉള്ളിലൂടെ, അതായത് അന്ന് ആ സംഭവം നടന്ന ദിവസം നമ്മൾ
ഒരാളുടെ ഒരു വിഷ്വൽ കാണിച്ചു, ചളിയിൽ കഴുത്തോളം പൂണ്ടു നിൽക്കുന്നത്. ഏതാണ്ടിപ്പോൾ സോമൻ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ആയിരിക്കണം ശരിക്കും ഈ സോമാട്ടൻ നീന്തി പോയിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ സോമൻ ചേട്ടൻ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതാ ക്യാമ്പിൽ നിന്ന് ആദ്യമായിട്ട് വരികയാണ്. ഇപ്പോൾ 5 ദിവസം 6 ദിവസം കഴിഞ്ഞു. അതിനുശേഷം വന്നപ്പോൾ ഈ നീന്തിയ പുഴയുടെ തൊട്ട് കരയിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ ഊഹിക്കാൻ പറ്റുന്നതിലും എത്രയോ ഭീകരമായിരുന്നു പല ആളുകളുടെയും സ്ഥിതി എന്നതാണ്. ഒരുപക്ഷെ സോമൻ ചേട്ടനെ പോലെ ഇത്രയും സമയം നീന്തി കൈ കഴഞ്ഞ് ഇതിലേക്ക് പോയ എത്ര പേരുണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ സോമൻ ചേട്ടൻ എന്തോ ഭാഗ്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. സോമൻ ചേട്ടനെ പോലെ നീന്തി കയ്യും കാലും തളർന്നു പോയി ഇതിലേക്ക് മുങ്ങിത്താണ് പോയ എത്ര പേരുടെ മൃതദേഹം ചാലിയാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. ഒരുപക്ഷെ സോമൻ ചേട്ടൻ അന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഭാര്യയെയും മകനെയും മകളെയും 3 പേരക്കുട്ടികളെയും മറ്റേ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ തോന്നിയതും അതേപോലെ തന്നെ വീട്ടിൻ്റെ മുകളിൽ കടന്നുറങ്ങാൻ തോന്നിയതും. ഒരുപക്ഷെ വീട്ടിൻ്റെ താഴത്തെ മുറിയിലായിരുന്നുവെങ്കിൽ ആ ഉരുളിനൊപ്പം സോമട്ടൻ ഇന്ന് ഒലിച്ചു പോകുമായിരുന്നു. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. ദുരന്തഭൂമിയിലേക്ക് ആദ്യമായി തിരിച്ചു വരുന്ന സോമട്ടനെ പോലെയുള്ള ഒരുപാട് മനുഷ്യരെയാണ് നമ്മളിപ്പോൾ ഈ അട്ടമലയുടെ ഭാഗത്തേക്ക് കയറുകയാണ്. ആ വരുന്ന സമയത്താണ് സോമൻ ചേട്ടനെ കാണുന്നതും സോമൻ ചേട്ടൻ്റെ കഴിഞ്ഞ ആ ദിവസം ദുരന്ത ദിവസമുണ്ടായ അനുഭവം നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത്.